ഹലോ ഗായ്സ്, അപ്പൊ നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ടൈഫോയിഡൊക്കെ പിടിച്ച് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഒരു 4-5 ദിവസത്തിന് ശേഷം ഇന്നാണ് പുറത്തോട്ട് ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ഡോക്ടറിനെ അടുത്ത് പോയി ചെക്കപ്പ് ഒക്കെ ഉണ്ട്. അതിനുവേണ്ടി ചെക്കപ്പ് ചെയ്യണം. പിന്നെ എന്തായിരുന്നു ഒരു ബ്ലഡ് ടെസ്റ്റ് എന്തായിരുന്നു? വൈകിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. പക്ഷേ ഇപ്പം ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞാൽ വൈകിട്ടില്ല, ഇപ്പം തന്നെ ചെല്ലണം 1:30 മുന്നേ. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഭയങ്കര വെയിലാണ് പുറത്ത്, നല്ല ചൂടും. ഇവിടെ ഇപ്പം മരത്തിൻ്റെ ഇലയൊക്കെ കൊഴിഞ്ഞ് റോഡിലെങ്ങും ഇല പോലും ഇല്ല, ഒരു തണൽ പോലും ഇല്ല പോകാനായിട്ട്. ചൂട് തുടങ്ങി. ഇപ്പൊ കൊറേ കുരങ്ങന്മാർ പറയുന്നുണ്ട് റോഡിൽ. എന്റെ അടുക്കളയിലെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല. ചോറും കോവയ്ക്കാൻ വേണ്ടി മാത്രം ഈ കുരിപ്പാണ് എനിക്ക് പനി വന്ന പിന്നെ സ്കൂളിലും പോയിട്ടില്ല. ഇവന് തിങ്കളാഴ്ച തൊട്ട് വേണം സ്കൂളിൽ പോകാൻ. ഇവിടെ കിടന്ന് സുഖിച്ച് അറമാദിച്ച് ഇവിടെ കുന്തളിക്ക് വേണം ഇപ്പൊ കിടന്നത്. ഇവൻ കരഞ്ഞുണ്ടാക്കിക്കൊണ്ട് വന്ന പനിയാണ്. ഇതെങ്ങനെ ലാസ്റ്റ് എനിക്ക് ഈ പരുവത്തിലായിരുന്നു എനിക്കൊരു പിടുത്തമില്ല. എന്തായാലും ഇതോടെ ഞങ്ങളുടെ കഷ്ടകാലങ്ങളൊക്കെ തീരുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞങ്ങള് പോയിട്ട് രാത്രി പോയി രാത്രിത്തെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇന്നലെ ഒരു കാര്യം ഉള്ളത്. ഇന്നലെ രാത്രി അയ്യോ ഒരു അല കേട്ട്. എന്താണ് തെണ്ണി ചോദിക്കുന്നത്? അമ്മൂ തെണ്ണിച്ചിരുന്ന് കരയുന്നത് എന്താണെന്ന് അറിയണോ? ഫോൺ ചവിട്ടി പൊടിക്ക. ഞാൻ പറയാ, ഈ ചക്കു എന്റെ ഉറക്കത്തിൽ എന്തോ സ്വപ്നം കണ്ടിട്ട് ഒറ്റ അടി. അയ്യോ എന്താ ചക്കു ആണെങ്കിൽ ഉറക്കത്തിൽ സ്വപ്നം കണ്ടിട്ട് ഒറ്റ അടി എന്റെ കറക്റ്റ് ഈ ചെവിയും ഈ ചെവിക്കുറ്റിയും ചേർത്ത് നല്ല ജീവിതം പോയി. ഓ ഇവിടെ ചുമക്കാരുടെ ഇടയിലാണല്ലോ ദൈവമേ. ഇവിടെ ബിൽഡിങ്ങിന് പെയിന്റ് അടിക്കുവാണ്. അപ്പൊ കാറൊക്കെ മാറ്റി കൊടുക്കണം. അപ്പൊ ഞങ്ങൾ ആ വഴി ആശുപത്രിയിലും പോയി ഡോക്ടറെ കണ്ടിട്ട് അപ്പൊ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വരും. അങ്ങനെ ഞങ്ങൾ ക്ലിനിക്കിൽ പോയി മുത്തിന് ബ്ലഡ് ടെസ്റ്റിന് ബ്ലഡൊക്കെ കൊടുത്ത് വൈകിട്ട് അതിന്റെ റിപ്പോർട്ട് വരത്തുള്ളൂ. എന്നിട്ട് ഞങ്ങൾ കരിക്ക് കുടിക്കാൻ വേണ്ടി വന്നേക്കുവാ. മുത്തേ 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 സ്ട്രോ എടുക്ക്, 3 എടുക്ക്. ഞങ്ങൾ ഇവിടെ നിന്നാണ് കരിക്ക് സാധാരണ വാങ്ങിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ നാട്ടിലെ കൂട്ടല്ല, വെള്ളം മാത്രമായിട്ടും പിന്നെ അതിൻ്റെ അകത്ത് തേങ്ങ ഇല്ലേ അത് കഴിക്കുന്നത് വേറെ ആയിട്ട് അങ്ങനെയാണ്. അപ്പൊ ഇപ്പൊ ഞങ്ങൾ വെള്ളം മാത്രമായിട്ടുള്ളതാണ് വാങ്ങിക്കുന്നത്. മുത്ത് കൊടുക്ക്, എടുക്ക്. ഇവിടെ എന്തോ ഒരു മിനിറ്റ്. അങ്ങനെ തേണ്ട മുത്ത് കരിക്കുമായിട്ട് വന്നു. 2 വാങ്ങിച്ചോളോ? എനിക്ക് 2 കൈയല്ലേ ഉള്ളൂ. നിനക്ക് വാങ്ങിച്ചില്ലേ? ഇപ്പം തന്നെ കുടിക്കൂ. ആടിയിടല്ലടാ ആണ്ടെ ചക്കപ്പി ആദ്യമായിട്ട് കരിക്ക് കുടിക്കുന്നു. അല്ലാതെ കുടിക്കാത്തവനെ ഇത്. ഇന്ന് വീഡിയോ എടുക്കുന്നവന് കുടിക്കുന്നതാ തോന്നാറ്. അല്ലടാ കൊള്ളാടേ കപ്പി? എന്നാ കുടി. കുടിച്ചു കഴിഞ്ഞു. വെള്ളം മാത്രമല്ല, അതിനകത്ത് കഴിക്കുന്ന സാധനം ഇല്ല. നീ പോയി വാങ്ങിച്ചിട്ട് വാ. നിനക്ക് വേണ്ടേ? കഴിക്കുന്ന സാധനം മുത്ത നീ പോയി വാങ്ങിച്ചിട്ട് വാ. പഠിച്ചോ. തിരിച്ചു. അങ്ങനെ ചക്കു കുടിച്ചോണ്ടിരിക്കുന്നു. ഒരപ്പച്ചൻ അപ്പം തേണ്ട എന്താണ് ABCD ABCD അല്ല, അത് എന്റെ സ്കൂളിലുണ്ടോ എന്തോ തുമ്മാടെ പാഠം കാണിച്ചത് എയർപ്ലെയിന്റെ എയർപോർട്ട് വല്ലതും കാണിച്ചത് ആണോ? ചക്കുന് സാധാരണ കരിക്ക് ഇഷ്ടമല്ലായിരുന്നു. ചക്കു നമ്മൾ എവിടെ ട്രാവൽ ട്രിപ്പൊക്കെ പോയാലും ചക്കു കരിക്ക് കുടിക്കത്തില്ല. ഞങ്ങൾ വഴക്ക് പറയായിരുന്നു കുടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പൊ എന്താ പറ്റിയെന്നറിയത്തില്ല, ഈ പ്രാവശ്യം
മുത്തിന് പനി വന്നു കഴിഞ്ഞപ്പോൾ ഇവനും പനിയായില്ലേ, ആ സമയത്ത് കുടിക്കാൻ പറഞ്ഞപ്പോൾ അങ്ങ് കുടിക്കും മൊത്തം കുടിക്ക്. മുത്ത് തന്നെ മുത്തിന് വാങ്ങിച്ചോണ്ട് വരുന്നുണ്ട്. ആരാ? ആ കുടിക്കുന്നേ, ഇച്ചിരി സൈഡോട്ട് മാറി നിൽക്കും, വണ്ടി വളഞ്ഞു വരുന്നത്. എന്താ കാണുന്നത്? കുടിക്ക് ചക്കു പെട്ടെന്നോ. ഒക്കെ ഒന്ന് കൺഫേം ചെയ്തേടാ. ഇതല്ലേ ഇതിന്റെ മണ്ടയ്ക്ക് കൺഫേം വന്നു തരാം. കുടിക്ക് ചക്കു. ഇവിടെ നല്ല തിരക്കാട്ടോ എപ്പോഴും കഴിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മുത്തിന്റെ കയ്യിലെ ഇതെന്തിയേ? എന്തോടാ, അഴുക്കാണോ? അഴുക്കുള്ളതാണോ? എന്നാ മുത്തിന് കിട്ടിയ കഴിക്ക് നല്ലതല്ലായിരുന്നു, അവരത് കളഞ്ഞു. ചക്കു കൈ കുടിക്കണേ. വയറ് ഫുള്ളല്ല, കുടിക്കണം, നല്ലതായിട്ട് കുടിക്കണം. ആ കുടിക്ക് തന്നെ. ചക്കൂന് ഇതൊക്കെ മടിയ ഇഷ്ടമല്ല ചക്കൂന് അല്ലേ? കുടിക്ക, കുടിക്കാൻ നല്ല എമ്മി വെള്ളമായത്. അതുകൊണ്ട് അത് വാങ്ങിക്കും. കുടിക്ക് പെട്ടെന്ന്. ഇത് തേങ്ങ ഉള്ളതാണോ? നീ പറഞ്ഞു വാങ്ങിച്ചാണോ അത്? ഇതാണ് തേങ്ങ ഉള്ളതിന് എന്താ എത്ര രൂപയായിരുന്നു? വില കൂടുതലാത്തത് അല്ലേ? ആ ചക്കു കുടിക്ക്. ചക്കു ഇത് കുടിച്ചില്ല. ആൾക്കാർ പറയും ചോദിക്കും, ചൂടെ കുടിച്ച അമ്മ ബാക്കി കുടിച്ചോളാം. ചക്കു കുടിച്ചില്ലേ? എന്താന്നറിയത്തില്ല, ഇന്ന് ഇവിടെ നല്ല തിരക്കുണ്ട് കഴിക്കടയിൽ. ഇവിടെ നല്ല ചൂട് തുടങ്ങിയ അതായിരിക്കും. പകലൊക്കെ നല്ല ചൂടാണ്, അതാണ് തോന്നുന്നു. ഇവിടെ മുത്ത അവിടെ ഞങ്ങക്ക് വീട്ടിലോട്ട് പാഴ്സൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇതിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഒറ്റയ്ക്ക് മുത്ത് അവിടെ ഹോസ്പിറ്റലിൽ ഇഞ്ചക്ഷൻ ഇട്ട് കിടന്നപ്പം ഞാൻ ഒറ്റയ്ക്ക് ഇതിലേ വന്നു കഴിച്ച് വാങ്ങിക്കാൻ വേണ്ടിയേ. അവിടെ താഴെ വെച്ചിട്ട് ഒരുത്തം വന്ന എന്നെ ഇരിക്കേണ്ടതായിരുന്നു. ഭാഗ്യത്തിന് ഭാഗ്യത്തിന് എനിക്ക് ഇരിച്ചില്ല. അയാൾ ഫോണും ചെയ്ത്, ഒരു ചെവി ഫോണും ചെയ്ത് വേറെ എവിടെയോ നോക്കിക്കൊണ്ടിരുന്നു. ഹായ് തേങ്ങ. ഇത് തിന്നിട്ട് കൊറേ നാളായി അല്ലേ മുത്തു? പിന്നെ മുമ്പിൽ തന്നെ ആൾക്കാരെല്ലാം നോക്കുന്നു. ആൾക്കാർ നോക്കുമ്പോ വീഡിയോ എടുക്കാൻ എന്തോ ഒരു ചമ്മൽ. ചക്കൂന് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇഷ്ടമല്ല, തേങ്ങായും കരിക്കും. വേണോ? എന്താ എന്തേലും പറ. ഞങ്ങള് കരിക്കൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾക്ക് ഇനി കടയിൽ പോയി സാധനം വാങ്ങിക്കാറുണ്ട്. ഒരാഴ്ചയായി പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഇന്ന്. അങ്ങനെ ഞങ്ങള് കരിക്കൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ പുറത്ത് കടയിലോട്ട് പോവാൻ. ഞങ്ങൾക്ക് കുറച്ച് സാധനം വാങ്ങിക്കാറുണ്ട്. ഒരാഴ്ചയായി നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ടല്ലേ? പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി. അങ്ങനെ ഇപ്പം ഞങ്ങൾ കടയിൽ പോയി സാധനം വാങ്ങിച്ചിട്ട് അതിലേ അങ്ങ് വീട്ടിൽ പോകും. വീട്ടിൽ ചെന്നിട്ട് വേണം കൂട്ടാൻ വെക്കാൻ. ഇനി മെഴുക്കുവരട്ടിക്കൊക്കെ പകുതിയാക്കി വെച്ചിട്ട് പോഴുന്നു. അപ്പോഴാണ് ഡോക്ടർ വിളിച്ച് പറഞ്ഞേ, ഞാൻ പകുതി കൂട്ടാൻ വെച്ചോണ്ടിരുന്നപ്പോഴാ ഡോക്ടർ പറഞ്ഞ ബ്ലഡ് എടുക്കാൻ ചെല്ലു. ഡോക്ടർ നീ വൈകിട്ട് കാണത്തില്ല. എന്നാ പോയി പൈസ കൊടുത്ത് പാർസൽ വെച്ചിട്ട് വാ. വീട്ടിൽ കൊണ്ടുപോകാൻ വാങ്ങിക്കുന്നില്ലേ? നിനക്ക് വേണ്ടേ? വേണമെങ്കിൽ വാങ്ങിച്ചോ. രണ്ടെണ്ണം അങ്ങനെ ക്ഷീണം മാറാൻ വേണ്ടി വേണമെങ്കിൽ വാങ്ങിക്കും, ഇല്ലെങ്കിൽ പോവാം. വാ, പൈസ കൊടുക്കും. അപ്പൊ ഇനി നമുക്കിനി അടുത്ത കടയിൽ ചെല്ലുമ്പോ കാണാം കേട്ടോ. ഇത് ഞങ്ങളുടെ ഇവിടെ ഉള്ള ഒരു മലയാളി കടയാണ്. അമ്മോസ് അതിനകത്തോടെ നല്ല തൈരോ
സ്നാക്സ് അതെല്ലാം മേടിക്കാൻ പോയിട്ടുണ്ട്. ഞാനും ചക്കുപ്പിയും കൂടെ തോന്നി ഇവിടെ റോഡിൽ നിൽപ്പുണ്ട്. ഭയങ്കര തിരക്ക്, ഭയങ്കര വെയിൽ. ആ മരത്തിലൊന്നും ഒരു ഇല പോലും ഇല്ല. കുപ്പി മാസ്ക് മാറ്റിയോ? കയറ്റി വേണം. ആ മാസ്ക് മാറ്റിയിട്ട് നിൽക്കുവാണ് കൊച്ചു. അമ്മ സൂട്ടിയൊക്കെ സാധനമൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് ഗൈസ്. എന്നാണോ മേടിച്ചത്? അയ്യേ, ഒരു മുറുക്ക് മേടിക്കണോ നമ്മള് പോയത്? ആ എവിടെ? അങ്ങനെ ഞങ്ങള് അവിടെ മലയാളി കടയിൽ കയറി സാധനം വാങ്ങിച്ച്. ഇവിടെ ആണെങ്കിൽ ഈ കടയില് ഈ നമ്മുടെ ഈ പൊടി ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, മഞ്ഞപ്പൊടി, മുളക് പൊടി, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഇങ്ങനെ അവർ ഫ്രഷായിട്ട് ഇങ്ങനെ പൊടിച്ചു കൊടുക്കുന്നതാണ്. അവിടെ ഞങ്ങൾ വന്ന് മഞ്ഞപ്പൊടി കഴിക്കാൻ വേണ്ടി വന്നേ. അവിടെ ഇല്ലെന്ന് തോന്നുന്നു. ഇല്ലേ മുത്തേ? അപ്പൊ അവിടെ ഇല്ല, മഞ്ഞപ്പൊടി അവിടെ ഇല്ല. അപ്പൊ അങ്ങനെ നമ്മൾ എന്നാ ഇനി തിരിച്ച് വീട്ടിൽ പോയാലോ? അങ്ങനെ അവിടെ മഞ്ഞപ്പൊടി ഇല്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാണ് ഗൈസ്. മുത്തും ചക്കോ. അപ്പൊ പോയാലോ? അങ്ങനെ ഞങ്ങൾ പോയിട്ട് വന്നു. ഞങ്ങളുടെ കാർ അവിടെ എടുത്ത് വെച്ചേക്കാണ് വീട്ടില്. കാരണം ഞങ്ങളുടെ ഈ ബിൽഡിങ്ങിൽ പെയിന്റ് അടി നടക്കുവാണ്. അതുകൊണ്ട് കാർ എടുത്ത് അപ്പുറത്തെ ബിൽഡിങ്ങിലിട്ടു. അങ്ങനെ ഞങ്ങൾ പോയിട്ട് വന്നു ഗൈസ്. ചക്കുന്റെ കയ്യിൽ എവിടെ നടാ ഇല ഇരിക്കുന്നേ? അങ്ങനെ കരിക്കും തൈരും എല്ലാം വാങ്ങിച്ചിട്ട് ഞങ്ങൾ വന്നു. അങ്ങനെ ക്ലിനിക്കിൽ പോയി ബ്ലഡ് ഒക്കെ കൊടുത്തു. ഇനി അതിൻ്റെ റിസൾട്ട് വൈകുന്നേരത്തേക്ക് ഇനി വരത്തുള്ളൂ. അപ്പോൾ ഇനിയും അവർ വാട്സപ്പിൽ അയച്ചു തരുമായിരിക്കും. ഇനി അത് കഴിഞ്ഞിട്ട് ബാക്കി മരുന്ന് ഉള്ള മരുന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞ് ബാക്കി മരുന്ന് അത് കഴിഞ്ഞിട്ട് അറിയത്തുള്ളൂ. അപ്പോൾ ഒന്നും കാണത്തില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. ചെറിയൊരു ചുമയുള്ളൂ. അവരോട് എന്ത് പറഞ്ഞാൽ അപ്പം മരുന്ന് തരും. ചുമയ്ക്ക് മരുന്ന്, തൊണ്ടവേദനയ്ക്ക് മരുന്ന്. അതിൻ്റെ പുകലുണ്ട്. തൊണ്ടവേദന എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അടുത്ത 2 മരുന്നും തന്നിട്ടുണ്ട് അവർ. എല്ലാം കളർഫുള്ളായിരുന്നു. അപ്പം അമ്മൂസ് അവിടെ അടുക്കളയിൽ എന്തോ സാധനം ചെയ്യുന്നു നോക്കിയിട്ടില്ല. കുറേ ദിവസമല്ലേ നമ്മൾ അടുക്കളയിലേക്ക് കണ്ടിട്ട്. പോയിട്ട് എന്തോ പണ്ടും ചെയ്ത് കോവയ്ക്കാൻ വേണ്ടി ഞാൻ കുറച്ചാക്കി വെച്ചിട്ട് പോയതാ. ഇവിടെ സമാധാനമായി. ഫ്രിഡ്ജ് അടക്കി ചക്കു. ഇന്നലെ വാലന്റൈൻസ് ഡേക്ക് മേടിച്ച ചോക്ലേറ്റ് ആണ്. അത് മൊത്തം അത് സെറാറോസാണ് എഴുതിയേക്കുന്നത്. അതും കൂടെ ഉള്ളൂ. അതുകൂടെ ആകുമ്പോഴത്തേക്ക് അവന് സമാധാനം മതി. അതിന്റെ സ്റ്റിക്കർ എടുക്കുക, എന്നിട്ട് അവന്റെ കവളത്ത് ഒട്ടിച്ച് വെക്കുക. എങ്ങോട്ട് എങ്ങോട്ട് എവിടെ പോണു? നീ എവിടെ പോണു? അവിടെ പോയി ചോക്ലേറ്റാ. പക്ഷെ തിന്നത് മൊത്തം ആരാ? ഇവിടെ മുതലാകത്തില്ല. ഇവിടെ ഫോണാന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു. ഞാൻ പോയപ്പോ ഇത് വേസ്റ്റ് പോലും ഞാൻ എടുത്ത് കളഞ്ഞില്ല. കാരണം ഡോക്ടർ പെട്ടെന്ന് എല്ലാം പറഞ്ഞപ്പോ പെട്ടെന്ന് എല്ലാം ഞാൻ വൈകുന്നേരം പോയത്. പക്ഷെ അവര് പറഞ്ഞു പെട്ടെന്നോ ഉള്ളൂ. ഈ ജനലും തുറക്കാൻ പറ്റത്തില്ല. ഇല്ല, ഈ ജനല് ഇവിടെ വെറും പെയിന്റ് അടിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ വയറ് തന്നെ ഇത് കഴിച്ചിട്ട് പപ്പടം ഉണ്ടാക്കുന്നു. മുത്തിന് ഈ പപ്പടം അല്ല ഗൈസ്, മുത്തിന് ചുട്ട പപ്പടമാണ്. മുത്തിന് ഓയിലൊന്നും കൂട്ടാൻ പറ്റത്തില്ല. കേരള പപ്പടം ഒന്നും ഈ പപ്പടം ഇങ്ങനെ ഇരിക്കുന്നത്. അതെന്നാ തിന്നത്? അത് കേരള പപ്പടം അല്ലെന്ന് ഞാൻ എന്നോട് അപ്പോഴേ പറഞ്ഞു. ഭയങ്കരമായിട്ട് ഇവിടത്തെ പപ്പടം കൂട്ടാവുന്നു. ബിജോ കേരള പപ്പടം എന്നും പറഞ്ഞാണല്ലോ. ബിജോന്ന് പേര് മാത്രമേ കാണത്തുള്ളൂ. കർണാടക മറ്റേ കടലാണല്ലോ മരിച്ചത്. ഇതൊന്നും പേപ്പർ പോലെ ഇത് ഇവിടത്തെ പപ്പടം ഒക്കെ വെക്കുന്നതിന് കുറച്ച് എണ്ണയെ ഒഴിച്ചുള്ളൂ. അതാണോ അറിയില്ല.
എനിക്കും ചക്കനും വേണ്ടി മാത്രമേ ഉള്ളൂ പപ്പടം. മുപ്പിനെ ചൂടണം. എനിക്ക് ഇന്നും കഞ്ഞി അങ്ങനെ കഞ്ഞിയല്ല, ചോറ്. ഇനി മോരോരി ഉണ്ടാക്കുന്ന സമയം ഒത്തിരി ആയിരുന്നു. ഒത്തിരി. അപ്പൊ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ചുമ്മാ ഒന്ന് പുറത്തൊക്കെ പോകുന്ന കാണിക്കാന്ന് വെച്ചാൽ കുറെ നാളായി ഞങ്ങളും പോയിട്ട്. എത്ര നാളായി നമ്മൾ ഒരാഴ്ചയൊക്കെ ആ പഞ്ചുകുട്ടൊക്കെ അല്ല, അങ്ങനെ അല്ലാണ്ട് നമ്മളൊരു ദൂരെയൊക്കെ പോയിട്ട്. അതെ, കുറെ നാളായി എവിടെയൊക്കെ പോയിട്ട്. എവിടെയൊക്കെ പോകണം. അപ്പൊ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ. അപ്പൊ ഞങ്ങളുടെ വീഡിയോ കാണുന്നവരൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് നാളെ കാണാം. ബൈ.